ഹായ് എവ്രിവൺ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് നമ്പർ 4 ഒബ്ജക്ടിവിറ്റി, ജനറലൈസേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ എന്ന യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നുള്ള 3 ചാപ്റ്ററിലും ഏതാണ് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ പറ്റിയുള്ള ഒരുപാട് ബേസുകൾ പറഞ്ഞു തന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതാണ്. ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് ഒബ്ജക്ടിവിറ്റി അതെന്താ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠത. ഒരു കാര്യത്തിൽ നമ്മൾ എന്തായിരിക്കണം, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ഒരു റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും വ്യക്തിപരമായ വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ സ്വാധീനിക്കാത്തതുമായിരിക്കണം ഒരു റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഗവേഷകർ ഒരിക്കലും തങ്ങളുടെ രീതികളോ ഡാറ്റകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സിലോ ഒന്നും ഒരു കൃത്രിമത്വം കാണിക്കാൻ പാടില്ല. പരമാവധി അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം റിസർച്ചുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പലരും ഒരു ഇമോഷൻസിന്റെ പുറത്തോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആ റിസർച്ചിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ആ റിസർച്ചിന്റെ തലം തന്നെ മാറിപ്പോകും. അതായത് ഒരിക്കലും ഒരു ശരിയായ ഫൈൻഡിങ്സിലേക്ക് ഒരിക്കലും ആ റിസർച്ച് എത്തിച്ചേരില്ല. അപ്പം ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ ആ ഒരു റിസർച്ച് അവസാനിക്കുന്നിടത്തോളം ആ ഒരു ഒബ്ജക്ടിവിറ്റിയെ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ ഒബ്ജക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒന്ന് നീതി, നിഷ്പക്ഷത, കൃത്യത, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ഏതൊരു റിസർച്ചറും ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു പ്രക്രിയയിൽ ഒരു റിസർച്ചർ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ വിശാലമായ സ്രോതസ്സുകളെ ശേഖരിക്കുക. ആ വിശാലമായ സ്രോതസ്സുകളെ ശേഖരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റകളെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയും അവർക്ക് നല്ല നല്ല ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഫോട്ടോഗ്രാഫുകള്, അതുപോലെ പുരാവസ്തുക്കള്, അതുപോലെ പല പല രേഖകളും നമ്മൾ കളക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു സമഗ്രമായിട്ടുള്ള ധാരണ അവരുടെ വിഷയത്തെ കുറിച്ച് നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത് വിഷയങ്ങൾ സാന്ദർഭികമാക്കുക. പല സംഭവങ്ങളും വസ്തുതകളും നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സന്ദർഭങ്ങൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ സംഭവത്തിന്റെ പിന്നിലെയും കാര്യങ്ങളെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു രീതിശാസ്ത്രമായിരിക്കണം നമ്മൾ ഗവേഷണത്തിൽ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ഏതൊരു കാര്യത്തെയും വിശ്വാസ്യത വിലയിരുത്താനും ഉണ്ടാക്കാനും നമുക്ക് ഏതൊരു റിസർച്ചിലും നമുക്ക് പറ്റണം. അപ്പോൾ വിശ്വസനീയവും വിശ്വാസയോഗ്യവുമായ ചരിത്രപരമായ വിവരങ്ങളായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഭൂതകാലത്തിനെ പറ്റി അഥവാ നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയും ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സംഭവം നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ റിസർച്ചിൽ എപ്പോഴും ഒബ്ജക്ടിവിറ്റി എന്നുള്ള ഒരു സംഭവത്തിനെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ മറ്റൊരു സംഭവമാണ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന സംഭവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വശമാണ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിന് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ആ റിസർച്ചിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പം ചരിത്രപരമായ സംഭവങ്ങൾ, ഉറവിടങ്ങൾ, സന്ദർഭങ്ങൾ എന്നിവ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇതിനെയാണ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആത്മവിശകലനവും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്കായിരിക്കും ആ ഒരു റിസർച്ച് എത്തിച്ചേരാൻ. പരമാവധി അവരെന്ത് ചെയ്യും, അവർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കും അതിന്റെ ഫൈൻഡിങ്സ് എത്തിക്കാൻ ഏതൊരാളും ശ്രമിക്കുക. അപ്പം ഇത്തരത്തിലുള്ള സബ്ജക്ടിവിറ്റിയെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് മറ്റൊരു തലത്തിലേക്കായിരിക്കും അത് പോവാ. പലപ്പോഴും ഒരു ശരിയായ രീതിയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് പരമാവധി ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും പുറത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ അടുത്തത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് ജനറലൈസേഷൻ എന്ന് പറയുന്ന സംഭവം. ആദ്യം ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രൂത്ത്ഫുൾ ആയിരിക്കുക, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യുക, അതില് തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റും ചെയ്യുക,
നമ്മുടെ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോവുക. സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടേതായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ചിൽ എന്താ ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ടിവിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്ടിവിറ്റിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ചിനെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ജനറലൈസേഷൻ എന്നതാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ വ്യത്യസ്തങ്ങളായ അറിവുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു അറിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന അറിവുകൾ പല ഭാഗത്തു നിന്നും കിട്ടുന്ന ചെറിയ 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 കാര്യങ്ങളായിരിക്കും. ഇതിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിശാലമായ അറിവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ത് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. വസ്തുതകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ആശയങ്ങളും പുതിയൊരു തലത്തിൽ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോ ലെവൽ ജനറലൈസേഷനും രണ്ട് ഹൈ ലെവൽ ജനറലൈസേഷനുമാണ്. ലോ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ചരിത്രകാരൻ അവിടെ കിട്ടിയ സ്രോതസ്സുകളെയും കാര്യങ്ങളെയും ഒക്കെ പരിശോധിച്ച് അതിനെ അതിലൂടെ ഒരു അറിവിനെ സൃഷ്ടിച്ചെടുക്കുക, വിശാലമായ ഒരു അറിവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ലോ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത് അതിലുള്ള തത്വങ്ങളെയും അനുമാനങ്ങളെയും ആശയങ്ങളും ഒക്കെ അവരുടെ അനുഭവപരമായിട്ടുള്ള തെളിവുകളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഹൈ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ചെറിയ അറിവുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശാലമായ ഒരു അറിവിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ജനറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ. ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിമിതമായോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോ ആയ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ചരിത്രപരമായ സംഭവങ്ങളും കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ആളുകൾ, ഗ്രൂപ്പുകൾ എന്നിവയെ കുറിച്ച് വിശാലമായും സമഗ്രവുമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അനുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രക്രിയയിൽ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നതിനും നേടിയെടുക്കുന്നതിലൂടെ ആ ഒരു ചരിത്രപരമായ സാമാന്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതായത് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലളിതവൽക്കരണം, സിംപ്ലിഫിക്കേഷൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സംഭവത്തിനെ ഏറ്റവും സങ്കീർണമായ ഏതൊരു വിഷയമായിക്കോട്ടെ, എന്തൊരു സംഭവം ആയിക്കോട്ടെ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയ രീതിയിൽ മനസ്സിലാക്കാൻ ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെ വിഭജിച്ച് പഠിക്കുകയാണ് നമ്മൾ പറഞ്ഞു. പലതര വീക്ഷണങ്ങളെയും അല്ലെങ്കിൽ പല പല അറിവിനെ പല കഷ്ണങ്ങളായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് വിശാലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് രൂപീകരിച്ചെടുക്കുന്നത്. അപ്പൊ ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലത്തിനെ നമ്മൾ പല പല പാർട്ടുകളായി വിഭജിച്ച് നമ്മൾ അതിനെ വിശാലമായി പഠിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ ഏതൊരു വിഷയത്തെ മനസ്സിലാക്കാനും ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ആ ഒരു സംഭവത്തിന് ഏത് ട്രെൻഡാണ് അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനും ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാത്തിനെയും പാർട്ടായിട്ട് പഠിക്കുകയാണ്. അപ്പം എന്തെല്ലാം തീമുകളുണ്ട്, ഇങ്ങനെ പാറ്റേൺ എന്തെല്ലാം ട്രെൻഡുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് പല സംഭവങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് നമുക്കൊരു ക്രിട്ടിക്കൽ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം പലതിനെയും നമ്മൾ വിമർശനാത്മകമായിട്ട് ചിത്രീകരിക്കാൻ, കാരണം ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, ഇതിൽ എത്രത്തോളം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമുണ്ട്, അങ്ങനെ ഓരോ സംഭവത്തിനും നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിലൂടെ പറയുക ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മൈൻഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഏതൊരു റിസർച്ചർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു വിമർശനാത്മകമായ ഒരു ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു സാംസ്കാരിക ധാരണ മനസ്സിലാക്കുന്നത് ചരിത്രത്തിലൂടെ വ്യത്യസ്തമായ സമൂഹങ്ങളും സാമൂഹിക മൂല്യങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇവരൊക്കെ മനസ്സിലാക്കാനും ഓരോ സംഭവങ്ങളും വ്യത്യസ്തങ്ങളായിട്ട് നിന്ന് മനസ്സിലാക്കാൻ ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഡാറ്റയെ ഏറ്റവും കൂടുതൽ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്പ്ലനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്.
അതായത് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതാണ്. ജനറലൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കിയത്, അതായത് അറിവുകളെ നമ്മൾ എന്താണ് വ്യത്യസ്ത പാർട്ടുകളായിട്ട് ഇന്ത്യയിൽ വിഭജിച്ചുകൊണ്ട് എന്താ ഒരു വിശാലമായ ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പൊ എന്താ ഏറ്റവും സങ്കീർണമായ ഒരു സംഭവത്തെ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ടും നമുക്ക് എന്താണ് ആ ഒരു കോണ്ടന്റിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അടുത്തതാണ് എക്സ്പ്ലനേഷൻ എന്നത്. എന്നാൽ ഒരു സംഭവത്തിന്റെ കാര്യകാരണങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അത് ഒരു സംഭവം നടന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നടന്നു, എന്താണ് ഇതിന്റെ ബിഹൈൻഡിലുള്ള കാരണങ്ങൾ, അങ്ങനെ ഒരു സംഭവത്തിന് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എന്ത് എക്സ്പ്ലനേഷൻ ഇൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കാരണവും സ്വാധീനവും ന്യായീകരിക്കുക അല്ലെങ്കിൽ കാണിക്കുക. അതായത് ഈ സംഭവം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം. അതാണ് എക്സ്പ്ലനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജനറലൈസേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷനും ജനറലൈസേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് ജനറലൈസേഷൻ എന്നാൽ ഒരു ഗ്രൂപ്പിനെയോ ഒരു വിഭാഗത്തെയോ കുറിച്ച് നമുക്ക് എന്താണ് പാർട്ടുകളായി തിരിച്ച് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ജനറലൈസേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്ന ഒന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടെ അതിനെ നമുക്ക് വളരെയധികം സിംപ്ലിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സംഭവത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എക്സ്പ്ലനേഷൻ. ഇപ്പൊ നമ്മൾ ഈ ജനറലൈസേഷൻ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റണം. അതായത് ഇത് ഇങ്ങനെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ സൊസൈറ്റി ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇതാണ് എക്സ്പ്ലനേഷൻ ഇൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളും എന്താണ് ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ഒരു സംഭവം എന്താണ് ഒരു ഹിസ്റ്ററിയെ നമുക്ക് എന്താ പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് വിശാലമായിട്ട് മനസ്സിലാക്കാനും മറ്റൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിലെന്താ ഒബ്ജക്റ്റിവിറ്റി എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വസ്തുനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്താ റിസർച്ചിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് അതിന്റെ നേരെ കോൺട്രാസ്റ്റ് ആണ് എന്ത് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഉൾപ്പെടുത്താണ്. അപ്പൊ എന്തായിരിക്കും അതിന് കിട്ടുന്ന ആ ഒരു റിസർച്ച് എന്തായിരിക്കും വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകും. ഒരിക്കലും ഒരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ചിലപ്പം അത് എത്തിച്ചേരാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ജനറലൈസേഷൻ എന്താണ്, അതിന് ഹിസ്റ്റോറിക്കൽ ജനറലൈസേഷൻ എന്താണെന്നും പിന്നെ ജനറലൈസേഷൻ തന്നെ എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.